അശ്വതി, ഇനി ഒരു രസകരമായ വാർത്തയാണ്. 70-കാരിയുടെ ഡയറിക്കുറിപ്പുകൾ പുസ്തകമാക്കിയപ്പോൾ അതൊരു നാടിന്റെ ചരിത്രമായി മാറി. കോഴിക്കോട് കക്കാട് സ്വദേശിനി പാറക്കൽ ആമിനയുടെ ഡയറിക്കുറിപ്പുകളാണ് കോന്തലസകൾ എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചത്. പുസ്തകമാക്കണമെന്ന് കരുതിയല്ല കാരശ്ശേരി കക്കാട് സ്വദേശിനിയും 70-കാരിയുമായ പാറക്കൽ ആമിന ഡയറി എഴുതിയത്. അർബുദത്തെ തുടർന്ന് ഒരു വൃക്ക എടുത്തുമാറ്റിയ ആമിന ഉറക്കക്കുറവും തീവ്രമായ വേദനയും മറികടക്കാനാണ് എഴുതി തുടങ്ങിയത്. കുട്ടികൾ ഉപേക്ഷിച്ച് പഴയ ഡയറികൾ ശേഖരിച്ച് ആമിന തന്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളും ഉമ്മ പറഞ്ഞു തന്ന കഥകളും ഡയറിയിൽ എഴുതി. സ്വന്തം ഗ്രാമമായ കക്കാടും ഇരവഴിഞ്ഞിപ്പുഴയിലെ മീൻപിടുത്തവും മരക്കച്ചവടവും കണക്കധ്യാപകൻ കാണിച്ച ക്രൂരതകളുമെല്ലാം ഡയറിയിൽ കുറിച്ചിട്ടു. എന്നാൽ ഈ എഴുത്തുകളൊന്നും ആമിന ആരെയും കാണിച്ചിരുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആമിന തന്റെ അക്ഷരത്തെറ്റുള്ള എഴുത്ത് മക്കളെ കാണിക്കാനും മടിച്ചു. വീട് പെയിന്റിങ്ങിനായി ഒഴിച്ചപ്പോൾ ആമിനയുടെ ഡയറികൾ മകന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഡയറി പൂർണ്ണമായും വായിച്ച മകൻ ഇതൊരു ഗ്രാമത്തിന്റെ കഥയും ചരിത്രവുമാണെന്ന് തിരിച്ചറിയുകയും മാതൃഭൂമി ബുക്സ് വഴി കോന്തലസകൾ എന്ന പേരിൽ പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു. എനിക്ക് കാര്യമായിട്ട് എനിക്ക് എഴുതണം, ആൾക്കാരറിയണം, നാടറിയണം എന്ന് വിചാരിച്ച സംഗതി എൻ്റെ പഠനം മുടങ്ങിപ്പോയതാണ്. എൻ്റെ പഠനം മുടങ്ങിപ്പോയതാണ്. ഉസ്താദിന് നല്ലോണം അറിയാം. ഏത് പഠിക്കാത്ത കുട്ടികളെയും വിളിച്ചു കൊണ്ടുപോയി പഠിപ്പിക്കുകയും അതിന് വേണ്ടിയ പ്രോത്സാഹനം ചെയ്യുന്ന ആളാണ് എൻ്റെ ഉപ്പ. ബാഗ് വാങ്ങി കൊടുക്കുക, കുട വാങ്ങി കൊടുക്കുക, പുസ്തകം വാങ്ങി കൊടുക്കുക ഒക്കെ. അത് ഉസ്താദിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഉപ്പൻ്റെ ഒരു മോള് ഞാൻ പഠിക്കാതെ എൻ്റെ പഠനം മുടങ്ങി പോയല്ലോ. ഒരു പരീക്ഷ അടുപ്പിച്ച് ഒരു കണക്ക് കേട്ടയത്ത് തന്നതിൽ ഒരു കണക്ക് തെറ്റേനാണ് എൻ്റെ മാഷ് എന്നോട് പറഞ്ഞത്. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ആമിന ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല, കയറെടുത്ത് കഴുത്തിൽ കെട്ടിയിട്ട് എകർത്ത് കെട്ടി ചാടണം, എന്നിട്ട് കൊല്ലി പൊട്ടി ചത്തു പോകണമെന്ന് എന്നോട് പറഞ്ഞതാ. എകരം കയറാൻ ആമിനക്ക് വാരുണ്ടെങ്കിൽ തിരുമ്പുന്ന കല്ലെടുത്തിട്ട് കരുമലി കെട്ടിയിട്ട് കഴുത്ത് കെട്ടിയിട്ട് കിണറിലേക്ക് എടുത്ത് ചാടണം, പിന്നെ അതിന് പൊന്തരുത്, ചത്തു പോകണം ഇത് തന്നെ ഒരു പഠിപ്പിക്കുന്ന മാഷാണ് എന്നോട് പറയുന്നത്. ഞാൻ അവസാനം കുറിച്ചിട്ടുണ്ട്. മാഷ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ഇത് ആളറിയണം, നാടറിയണം വിചാരിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവസാനത്തിൽ. കഴിഞ്ഞ ദിവസം കക്കാടങ്ങാടിയിൽ പൗരാവലി ഒരുക്കിയ പ്രകാശന ചടങ്ങിൽ 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നോവലിസ്റ്റ് BM സുഹറ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ സുധീർ K നായർക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ആമിനെയും പുസ്തകത്തിലെ കഥാപാത്രങ്ങളായ ഇത്തിരുമ്മ കാരശ്ശേരി, MT മുഹമ്മദ് കുട്ടി, PM മുഹമ്മദ് മൗലവി എന്നിവരെയും ആദരിച്ചു. ഇത്തിരിയുമ്മയുടെ പാട്ട് ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് 18 മുക്കം. നല്ല രസമായിരുന്നു ആമിനമ്മയുടെ ആ പുസ്തകം. കോന്തല കിസ്സകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ എന്തായാലും അക്ഷരം പോലും അക്ഷരത്തെറ്റ് മക്കൾ പോലും കാണണ്ടെന്ന് വെച്ച് ഒളിച്ചു വെച്ചതൊക്കെ പുറത്തു വന്നപ്പോൾ വലിയൊരു നാട് മൊത്തം അത് ആഘോഷിക്കുകയാണ്. എന്തായാലും അമ്മയ്ക്ക് ആശംസകൾ.